സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ NH66 ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായപ്പോൾ ഞാനുള്ളത് നമ്മുടെ കോഴിക്കോട് ടോൾ ഗേറ്റിലാട്ടോ. കോഴിക്കോട് ടോൾ ഗേറ്റ് ഇപ്പോൾ ഇന്ന് ട്രയൽ റണ്ണിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സംഭവം എല്ലാ ട്രാക്കിലൂടെയും വാഹനങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവർ അതിൻ്റെ സെൻസർ ഒക്കെ ചെക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഏതാനും ദിവസങ്ങൾക്കകം നമ്മുടെ ടോള് ഓപ്പൺ ആവുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്താളി, ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്താളി, വീഡിയോ ഒക്കെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താളി കേട്ടോ. അപ്പോൾ നമ്മൾ ടോളിൻ്റെ കാഴ്ചകളാണ്, മൊത്തത്തിൽ ഒന്ന് വിശേഷങ്ങളും പറഞ്ഞുതരാം. അപ്പോൾ ഇവിടുത്തെ ഓരോ വാഹനങ്ങളും ഓട്ടോമാറ്റിക്കായിട്ട് സെൻസർ ഇവിടെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് വാഹനങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ നിർത്തിയില്ലെങ്കിൽ ഈ വടി തട്ടി പൊട്ടിച്ചിട്ട് പോകേണ്ടി വരും കേട്ടോ. ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് എങ്ങനെ പൊങ്ങുന്നു. യെസ് കേട്ടോ, അതങ്ങനെ താന്നു. ഓക്കെ, ആ ഭാഗത്തും ഒക്കെ അതുപോലെ ചെക്കിങ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ ട്രെയിൽ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഒന്ന് മൊത്തത്തിലൊന്ന് ചെക്ക് ചെയ്യാണ് ഇവിടെ. എല്ലാ ട്രാക്കിലൂടെ വാഹനങ്ങളൊക്കെ കടത്തി വിട്ടിട്ട്. ഇതുവരെ നല്ല ബ്ലോക്കായിരുന്നു, ഇപ്പോൾ കുറേ വാഹനങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഏതായാലും നമ്മുടെ ടോൾ ഗേറ്റ് എന്നാ തുറക്കാമെന്ന് ചോദിച്ചപ്പം ഈ 14-15 ഡേറ്റുകളിൽ നമ്മുടെ കോഴിക്കോട് ടോൾ പ്ലാസ ഓപ്പൺ ആവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഇവിടുത്തെ ഇൻ്റർവ്യൂവിൽ പങ്കെടുത്ത് ജോലി നേടിയ ലേഡീസൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഇവിടെ താൽക്കാലികമായിട്ട് അവർ ട്രെയിനിങ്ങിന് വേണ്ടി ഇവരേക്ക് വിളിച്ചിരുന്നു. അവരൊക്കെ ഇപ്പോൾ അത് കഴിഞ്ഞ് പോയി. ഇനി ഇവിടെ കുറച്ചുകൂടി ജോലിക്കാരെ വേണമെന്നാട്ടാ പറഞ്ഞത്. ജോലിക്കാരെ വേണമെന്നാണ് പറഞ്ഞത്. ഒരു 10 ആളും കൂടിയൊക്കെ വേണം. ഇതിൻ്റെ വീഡിയോ ഒന്ന് കാണുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ, ആർക്കെങ്കിലും ജോലി വേണ്ട ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താളിയേ. ഇവിടെ നാളെ അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ സംഭവം ഇനിയും 10ഓളം ജോലിക്കാർ ഇവിടെ ആവശ്യമുണ്ട്. ഇതിൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർ, ജോലി വേണ്ട ആളുകളിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താളി. നാളെ രാവിലെ ഏകദേശം ഒരു 10 മണിയൊക്കെ ആകുമ്പം ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ടാകും. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരും കേട്ടോ. ഓക്കെ, ഇതുപോലെ നൈസ് ബ്ലോക്കാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലല്ലേ, പെട്ടെന്ന് കഴിച്ചിലായി കിട്ടും. ഇപ്പോൾ അവിടെ തന്നെ ചിലപ്പോൾ ട്രാക്കുകളിലേക്ക് റെഡിയാകാൻ വേണ്ടി അവിടെ ചിലപ്പോൾ ആളുകൾ നിൽക്കാൻ മതിയാവും. പിന്നെ വരിയുടെ ലെങ്ത്ത് നോക്കിയിട്ട് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റെഡിയാക്കി നിന്നോളൂ അല്ലേ. 4 വരി ആ ഭാഗത്തുള്ള ട്രാക്ക് ചെറിയ ട്രാക്കാണ്. വലിയ ഹെവി വാഹനങ്ങൾക്കൊക്കെ ഈ ട്രാക്ക്, അതൊക്കെ നോക്കിക്കൊണ്ട് വാഹനങ്ങൾ നിൽക്കുക. പിന്നെ അതുകൂടാതെ മന്ത്ലി പാസ്, അതുപോലെ ആനുവൽ പാസ്, അത് ഞാൻ ചോദിച്ചിട്ടോ അവരോട്. അപ്പോൾ ഇവർ പറഞ്ഞത് ഇതെന്നാ ഓപ്പൺ ആവുന്നത് അതിൻ്റെ പിറ്റേ ദിവസമാണ് അതൊക്കെ കൊടുക്കാൻ തുടങ്ങുകയെന്ന് പറഞ്ഞത്. എന്താണ് രസം. ആ ടോളിൻ്റെ അവിടെയും ഇതുപോലെ തന്നെ ആയിരിക്കില്ലേ. ഇനി അങ്ങോട്ട് പോയി നോക്കണം, എന്നാലും അവിടുത്തെ കാഴ്ചകൾ കാണാൻ പറ്റുള്ളൂ. ഇവിടെ തന്നെ നമ്മുടെ ഒരു ക്യാമറ കണ്ണ് അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഈ കാറിൻ്റെ, ബസ്സിൻ്റെ എല്ലാ വാഹനങ്ങളുടെ ചാർജും ഇതിൻ്റെ 2 ദിവസം മുമ്പായിട്ട് ഇവരിവിടെ എഴുതി കൊടുക്കും. അപ്പോൾ അത് നമ്മൾ അന്ന് കറക്റ്റ് ഫോട്ടോ എടുത്ത്, ഇന്ന് കറക്റ്റ് ചാർജ് ഇവർക്ക് പറയാൻ പറ്റില്ല. അവരതിൻ്റെ വിവരം അവർക്ക് കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഏതായാലും അതിൻ്റെ ചാർജ് ആ ബോർഡിൽ എഴുതി വെക്കുന്ന സമയം തന്നെ നമ്മുടെ പോസ്റ്റ് നമ്മുടെ ചാനലിലൂടെ അറിയിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ സ്നേഹിതന്മാരെ, ഇതൊക്കെയാണ് നമ്മുടെ ടോൾ പ്ലാസയിലുള്ള ഇപ്പോഴത്തെ വിശേഷങ്ങൾ. ഏതായാലും 1-ാം തീയതി തുറക്കുന്നൊക്കെ പറഞ്ഞ് കുറേ ആളുകൾ തള്ളിയിരുന്നു. ഞാൻ പറയുന്ന ഡേറ്റ് ഇവരോട് ചോദിച്ച് കറക്റ്റ് ഇവരതിൻ്റെ ട്രയൽ റണ്ണിങ് വരെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 14-15 തീയതി ഏകദേശം ഓക്കെയാണ്. 15 അല്ലെങ്കിൽ 15. അപ്പോൾ അതും ഇനി വേറെ എന്തെങ്കിലും തടസ്സം ഇല്ലെങ്കിൽ കേട്ടോ, അവരിത് ഫിക്സ് കറക്റ്റ് ആക്കിയിട്ടില്ല. എന്നാലും ഡേറ്റ് ഏകദേശം ഇവർ കണ്ടിട്ടാണ് ഇവർ ട്രയൽ റണ്ണിങ് ഒക്കെ തുടങ്ങിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ, ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കട്ടോ. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു. ബൈ ബൈ.